Welcome to part 8 solids. ഇതിലെ വൃത്തസ്തൂപിക സർക്കുലർ പിരമിഡ് എന്ന് പറയുന്ന ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെടുത്തിയ ഇതിൻ്റെ വ്യാപ്തവുമായിട്ട് വോളിയമായിട്ട് ബന്ധപ്പെടുത്തിയ ചോദ്യങ്ങളാണ്. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ ചോദ്യങ്ങളാണ് ഇതിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. സീ ദ ഫസ്റ്റ് പ്രോബ്ലം. The base radius and height of a cylindrical block of wood are 15 cm and 40 cm. What is the volume of the largest cone that can be carved out of this? വൃത്തസ്തംഭാകൃതിയിലുള്ള ഒരു തടിക്കഷ്ണത്തിൻ്റെ പാദത്തിൻ്റെ ആരം 15 സെൻറ്റിമീറ്ററും ഉയരം 40 സെൻറ്റിമീറ്ററുമാണ്. ഇതിൽ നിന്ന് ചെത്തിയെടുക്കാവുന്ന ഏറ്റവും വലിയ വൃത്തസ്തൂപിയുടെ വ്യാപ്തം എത്രയാണ്? ഈ ചിത്രത്തിൽ അറിയാൻ പറ്റിയ ഒരു വൃത്തസ്തംഭമുണ്ട്, അതായത് സിലിണ്ടറാണ്. ഓക്കെ, അപ്പോൾ ആ സിലിണ്ടറിൽ നിന്ന് നമ്മളിവിടെ ഒരു കോൺ മാക്സിമം വലിപ്പമുള്ള ഒരു വൃത്തസ്തൂപിക മുറിച്ചെടുത്തിരിക്കുകയാണ്. വൃത്തസ്തംഭത്തിൻ്റെ പാദത്തിൻ്റെ ആരം ബേസ് റേഡിയസ് ആൻഡ് ഹൈറ്റ് എന്നാണ്. ഇപ്പോൾ ബേസ് റേഡിയസ് എന്ന് പറയുന്നത് ഇതാണ്. ഇത് ഈ ബേസ് റേഡിയസ് 15 സെൻറ്റിമീറ്റർ ആണ്. R = 15 സെൻറ്റിമീറ്റർ. ആൻഡ് ഹൈറ്റ് ഓഫ് ദി സിലിണ്ടർ, ഈ സിലിണ്ടറിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഈ കോണിൻ്റെ ഹൈറ്റ് തന്നെയായിരിക്കും. സിലിണ്ടറിൻ്റെ ഉന്നതി എന്ന് പറയുന്നത് വൃത്ത സ്തൂപികയുടെ ഉന്നതി തന്നെയാണ്. അപ്പോൾ ഇവിടെ H എന്ന് പറയുന്നത് 40 സെൻറ്റിമീറ്റർ ആണ്. 40 സെൻറ്റിമീറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ ഇതിൽ നിന്ന് ചെത്തിയെടുക്കാവുന്ന ഏറ്റവും വലിയ വൃത്തസ്തൂപികയുടെ വ്യാപ്തം. വൃത്തസ്തൂപികയുടെ വ്യാപ്തം കാണുന്ന ഇക്വേഷൻ V = 1/3 πr²h ൻ്റെ 1/3 ടൈംസ് ആയിരിക്കും. 3/1 ഭാഗമാണെന്നാണ്. πr²h സിലിണ്ടറിൻ്റെ ആണ്, അതിനെ 3/1 കൊണ്ട് ഗുണിച്ചാൽ മതി. 1/3 × π × ആരം 15 × 15 × 40. 3ഉം 15ഉം ആയിട്ടാവുമ്പോൾ 5 പ്രാവശ്യം. ഓക്കെ, 15 × 5 75. 75 × 40 × π എന്നാണ്. ഓക്കെ, അപ്പോൾ 75 × 4 300 ആണ്. 300ഉം പിന്നെ ഒരു 0 കൂടി ചേരുക, 3000 π സെൻറ്റിമീറ്റർ ക്യൂബ് കിട്ടും. ഓക്കെ, അടുത്ത ചോദ്യം. ദ ബേസ് റേഡിയസ് ആൻഡ് ഹൈറ്റ് ഓഫ് എ സോളിഡ് മെറ്റാലിക് സിലിണ്ടർ ആർ 12 സെൻറ്റിമീറ്റർ ആൻഡ് 20 സെൻറ്റിമീറ്റർ. ഓക്കെ, by melting it and recasting, how many cones of base radius 4 cm and height 5 cm can be made? പാദത്തിൻ്റെ ആരം 12 സെൻറ്റിമീറ്റർ, ഉയരം 20 സെൻറ്റിമീറ്ററുമായ കട്ടിയായ ഒരു വൃത്തസ്തംഭം ഒരുക്കി പാദത്തിൻ്റെ ആരം 4 സെൻറ്റിമീറ്ററും ഉയരം 5 സെൻറ്റിമീറ്ററുമായ എത്ര വൃത്തസ്തൂപികൾ ഉണ്ടാക്കാം എന്നാണ് ചോദ്യം. ദ ബേസ് റേഡിയസ് ആൻഡ് ഹൈറ്റ് ഓഫ് എ സോളിഡ് മെറ്റാലിക് സിലിണ്ടർ. ഹൈറ്റ് H 12 സെൻറ്റിമീറ്റർ ആണ്. H = 12 സെൻറ്റിമീറ്റർ. റേഡിയസ് ആൻഡ് ഹൈറ്റ് ഓഫ് എ സിലിണ്ടർ ആർ 12 സെൻറ്റിമീറ്റർ ആൻഡ് 20. അപ്പോൾ ഹൈറ്റ് 20 ആണ്. H = 20 സെൻറ്റിമീറ്റർ ആൻഡ് റേഡിയസ് R = 12 സെൻറ്റിമീറ്റർ. ഓക്കെ, ദിസ് ഈസ് മെൽറ്റഡ്. ഇത് ഉരുക്കിയിട്ട് ഇതേപോലുള്ള കോണുകൾ ഉണ്ടാക്കുവാണ്. ഈ കോണിൻ്റെ മെഷർമെൻ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ ബേസ് റേഡിയസ് എന്ന് പറയുന്നത് 4 സെൻറ്റിമീറ്റർ ആണ്. ഇതിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 5 സെൻറ്റിമീറ്റർ ആണ്. ഇങ്ങനത്തെ എത്ര എണ്ണം ഉണ്ടാക്കാമെന്നാണ്. ഹൈറ്റ് 5 സെൻറ്റിമീറ്റർ ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എണ്ണം അറിയുന്നതിന് എന്തായാലും ഇങ്ങനെയുള്ള ഒരു രൂപം ഉരുക്കി മറ്റൊരു രൂപമാക്കി മാറ്റുന്ന എല്ലാ ചോദ്യത്തിലും ഈ രണ്ട് രൂപങ്ങളുടെയും വ്യാപ്തം കാണുക എന്നുള്ളതാണ്. ഓക്കെ, ഒരു രൂപം ഉരുക്കി, പ്രത്യേക ശ്രദ്ധിക്കുക, ഒരു രൂപം ഉരുക്കി മറ്റൊരു രൂപം ഉണ്ടാക്കുന്ന ഏത് പ്രോബ്ലത്തിലായാലും ഇതിൻ്റെ രണ്ടിൻ്റെയും വോളിയം കാണുക, വ്യാപ്തം കാണുക. ഓക്കെ, അപ്പോൾ നമുക്ക് സിലിണ്ടറിൻ്റെയും കോണിൻ്റെയും വോളിയം നമുക്ക് പ്രത്യേകമായിട്ട് കാണാം. വോളിയം ഓഫ് സിലിണ്ടറിൻ്റെ വ്യാപ്തം. വോളിയം ഓഫ് സിലിണ്ടറിൻ്റെ വ്യാപ്തം എന്ന് പറയുന്നത് πr²h ആണ്. π × ആരം 12 × 12 × ഉന്നതി 20. ഓക്കെ, ദാറ്റ് ഈസ് π × 12 × 12 144 × 20. ഓക്കെ,
144ൻ്റെ ഇരട്ടി 2 കൊണ്ട് ഗുണിക്കുക 288 ആണ്. ഒരു 0 ചേർക്കുക. അത്രയും പൈ സെൻറ്റിമീറ്റർ ക്യൂബാണ് വോളിയം ഓഫ് സിലിണ്ടർ. അടുത്തത് വോളിയം ഓഫ് കോൺ. വൃത്തസ്തൂപികയുടെ വ്യാപ്തം സമം 1/3 പൈ ആർ സ്ക്വയർ എച്ച്. 1/3 ഇൻറ്റു പൈ ഇൻറ്റു ആരം 4 ഇൻറ്റു 4 ഇൻറ്റു ഉന്നതി 5. ഓക്കെ, അപ്പോൾ 20, 5 ഇൻറ്റു 4 20, 20 ഇൻറ്റു 4 80/3. 80/3 പൈ സെൻറ്റിമീറ്റർ ക്യൂബ് എന്ന് കിട്ടും. ദാറ്റ് ഈസ് ദ വോളിയം ഓഫ് ദി കോൺ. അടുത്തത് എത്ര എണ്ണം ഉണ്ടാക്കണം എന്നാണ് ചോദ്യം. അപ്പോൾ നമുക്കറിയാം, എണ്ണം കാണുന്നത് ഈ വലിയ വോളിയത്തിൽ നിന്നും വലിയ വോളിയത്തിന് ചെറിയ വോളിയം കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. നമ്പർ ഓഫ് കോൺസ് ഈസ് ഈക്വൽ ടു, ഓക്കെ, നമ്പർ ഓഫ് കോൺസ്, കോണുകളുടെ എണ്ണം. കോണുകളുടെ എണ്ണം മീൻസ് വൃത്തസ്തൂപികകളുടെ എണ്ണം. വൃത്തസ്തൂപികളുടെ എണ്ണം കാണുന്നതിന് വലുതിൻ്റെ വ്യാപ്തം ബൈ ചെറുതിൻ്റെ വ്യാപ്തം 80/3 പൈ എന്നാണ്. പൈ ക്യാൻസൽ ആവും, ഒരു 0 ഇവിടെ കട്ടാവും. 288-നെ 8-ൽ 3 കൊണ്ട് 3-ൽ 8 കൊണ്ട് 8/3 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അതിൻ്റെ റെസിപ്രോക്കൽ 3/8 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഓക്കെ, 3/8 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 288 നമുക്ക് 8 ഡിവൈഡ് ചെയ്താൽ 8ഉം 28 അല്ലേ, 288-നെ 8 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 8×3 24, 48, 6 പ്രാവശ്യം 48, 36 കിട്ടും. അപ്പോൾ ഇത് 36 കിട്ടും. 36 ഇൻറ്റു 3 എത്രയാണ്? 36 ഇൻറ്റു 3 എന്ന് പറയുന്നത് 108 എണ്ണം. 108 എണ്ണം നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഓക്കെ, സോ ദ നമ്പർ ഓഫ് കോൺസ് ഈസ് ഈക്വൽ ടു 108. 216 ഡിഗ്രി കേന്ദ്രകോണും 25 സെൻറ്റിമീറ്റർ ആരവുമുള്ള ഒരു വൃത്താംശം വളച്ച്, അതായത് 216 എന്ന് പറയുമ്പോൾ ഇത് കേന്ദ്രകോൺ അർദ്ധവൃത്തത്തേക്കാൾ കൂടുതലാണ്. അതുകൊണ്ടാണ് ഇത് മേജർ സെക്ടറാണ്. ഓക്കെ, വൃത്താംശം 180 ഡിഗ്രിയേക്കാൾ, അതിൻ്റെ കേന്ദ്രകോൺ 180 ഡിഗ്രിയേക്കാൾ വലുതാണ്. 216 ഡിഗ്രിയാണ് കേന്ദ്രകോൺ. ഓക്കെ, അത് നമ്മളോട് അടയാളപ്പെടുത്തി. ഇനി ഇതിൻ്റെ ആരം എന്ന് പറയുന്നത് 25 സെൻറ്റിമീറ്റർ ആണ്. ഇത് 25 സെൻറ്റിമീറ്റർ ആരമാണ്. ഓക്കെ, ഇതാണ് വൃത്താംശത്തിൻ്റെ കാര്യം. ഈ വൃത്താംശമാണ് ഇവിടെ വളച്ച് സ്തൂപികയാക്കി ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ ആരം, ഇവിടുത്തെ പാർശ്വോന്നതിയാണ് നമുക്കറിയാം. ഇവിടെ 25 സെൻറ്റിമീറ്റർ ആയിരിക്കും പാർശ്വോന്നതി. ഓക്കെ, ഇത് അതിൻ്റെ ഉന്നതിയാണ്. ഇത് അതിൻ്റെ ഉന്നതിയും ഇത് ആരവുമാണ്. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ ഇതിൻ്റെ ഇതിൻ്റെ ഈ ചാപത്തിൻ്റെ വൃത്താംശത്തിൻ്റെ ചാപനീളം ഇതിൻ്റെ ബേസ് പെരിമീറ്റർ പാദ ചുറ്റളവിനോട് തുല്യമാണ് എന്നുള്ള കാര്യം നമുക്ക് എടുക്കാം. ഓക്കെ, അപ്പോൾ പാർശ്വോന്നതി നമ്മളിവിടെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. പാർശ്വോന്നതി L is equal to 25 സെൻറ്റിമീറ്റർ. 25 സെൻറ്റിമീറ്റർ ആണ് L. ഇനി ചാപത്തിൻ്റെ നീളം, ആർക്ക് ലെങ്ത്, വൃത്താംശത്തിൻ്റെ ചാപത്തിൻ്റെ നീളം ചാപത്തിൻ്റെ നീളം കാണുന്നത് θ/360 ഇൻറ്റു 2πr എന്നാണ് അല്ലേ. 216 കേന്ദ്രകോൺ ബൈ 360 ഇൻറ്റു 2πr എന്നാണ്. 2π ഇൻറ്റു ആരം എത്രയാണ്? 25 ആണ്. ഓക്കെ, ഇതാണ് ചാപത്തിൻ്റെ നീളം. ഇനി പാദ ചുറ്റളവ്, ഇത് ആരം നമുക്ക് സ്മോൾ ലെറ്റർ R ആയിട്ട് എടുക്കാം. ഇതിൻ്റെ പാദ ചുറ്റളവ്, കോണിൻ്റെ പാദ ചുറ്റളവ്, വൃത്തസ്തൂപികയുടെ പാദ ചുറ്റളവ്, ദാറ്റ് ഈസ് 2πr അല്ലേ. 2πr ആണ്. ആരം നമുക്ക് ഇവിടുത്തെ ആരം അറിയില്ല.
അപ്പോൾ ഇത് രണ്ടും തുല്യമാണ്. ചാപത്തിൻ്റെ നീളവും വൃത്തസ്തൂപിയുടെ, അതായത് ആർക്ക് ലെങ്ത് ഈസ് ഈക്വൽ ടു ബേസ് പെരിമീറ്റർ ഓഫ് കോൺ എന്നാണ്. ആർക്ക് ലെങ്ത് ഓഫ് സെക്ടർ ഈസ് ഈക്വൽ ടു ബേസ് പെരിമീറ്റർ ഓഫ് കോൺ. അത് നമുക്ക് എഴുതാം. ആർക്ക് ലെങ്ത് ഈസ് ഈക്വൽ ടു ബേസ് പെരിമീറ്റർ. ആർക്ക് ലെങ്ത് നമ്മളിവിടെ കണ്ടെത്തിയിട്ടുണ്ട്. 216/360 ഇൻറ്റു 2π/25. 216/360 ഇൻറ്റു 2π/25 ഈസ് ഈക്വൽ ടു ബേസ് പെരിമീറ്റർ 2πr. 2πr എന്ന് കിട്ടും. അതായത് 2π കട്ടാവും. ഓക്കെ. അപ്പോൾ ആറിൻ്റെ വാല്യൂ 216നെ 25 കൊണ്ട് ഗുണിക്കുക, 360 കൊണ്ട് ഹരിക്കുക എന്നാണ്. നമുക്ക് 6 കൊണ്ട് നമുക്ക് ഹരിച്ചു നോക്കാം. 6 കൊണ്ട് ഹരിക്കുമ്പോൾ ഇവിടെ 60 എന്ന് കിട്ടും. ഓക്കെ. ഇവിടെ 6 കൊണ്ട് ഹരിച്ചാൽ 6 3 18 പിന്നെ 36, 6 6 36 ആവും. 216നെ 6 കൊണ്ട് ഹരിച്ചാൽ. വീണ്ടും 6 കൊണ്ട് ഹരിച്ചാൽ ഇവിടെ 10 എന്നും ഇവിടെ 6 എന്നും കിട്ടും. ഓക്കെ. അപ്പോൾ 25 ഇൻറ്റു 6/10 എന്നാണ് സ്മോൾ ലെറ്റർ ആറിൻ്റെ വാല്യൂ. ഈ 25ഉം പിന്നെ ഈ 6ഉം മൾട്ടിപ്ലൈ 10 കൊണ്ട് ഹരിക്കുക. അപ്പോൾ ആറിൻ്റെ വാല്യൂ നമുക്ക് എത്ര കിട്ടും? 6 5 30, 150 എന്ന് കിട്ടും. ഗുണിക്കുമ്പോൾ 150/10 എത്ര കിട്ടും? 15 സെൻറ്റിമീറ്റർ എന്ന് കിട്ടും. ആരം 15 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ ഇത് 15 ആവും. ഓക്കെ. വാട്ട് ഈസ് ദി ബേസ് റേഡിയസ് ആൻഡ് ഹൈറ്റ് ഓഫ് ദി കോൺ? ഇനി നമുക്ക് ഹൈറ്റ് കാണണം. അപ്പോൾ അതിന് L² ഈസ് ഈക്വൽ ടു H² പ്ലസ് R² എന്ന് പറയുന്ന റിലേഷനിലേക്ക് കൊടുക്കാം. L² ഈസ് ഈക്വൽ ടു H² പ്ലസ് R². L എന്ന് പറയുന്നത് 25 ആണ്. ഓക്കെ. L 25² ഈസ് ഈക്വൽ ടു H² പ്ലസ് R². H² ആയിട്ട് തന്നെ എഴുതുക. R² 15² എന്ന് എഴുതുക. H² പ്ലസ് ആറിൻ്റെ 15². 25ൻ്റെ സ്ക്വയർ 625 ആണ്. 625 ഈസ് ഈക്വൽ ടു H² പ്ലസ് 15ൻ്റെ സ്ക്വയർ 225 ആണ്. ഇത് ഇടതുവശത്തേക്ക് മാറ്റിയാൽ 625 മൈനസ് 225 H² ആവും. അപ്പോൾ ഈ 625 നിന്ന് 225 കുറയ്ക്കുക. എത്ര കിട്ടും? 625 മൈനസ് 625 മൈനസ് 225. ഇത് കുറച്ചാൽ 400 എന്ന് കിട്ടും. ഓക്കെ. H² ഈസ് ഈക്വൽ ടു 400 ആണ്. അപ്പോൾ ഇതിൽ നിന്നും Hൻ്റെ വാല്യൂ √400, 400ൻ്റെ സ്ക്വയർ റൂട്ട് എടുക്കുക, 20 സെൻറ്റിമീറ്റർ എന്ന് കിട്ടും. ഓക്കെ. അപ്പോൾ ഹൈറ്റായി. ചോദ്യം വാട്ട് ഈസ് ഇറ്റ്സ് വോളിയം എന്നാണ്. വ്യാപ്തം കാണണം. വ്യാപ്തം കാണുന്നത് അറിയാം. V ഈസ് ഈക്വൽ ടു 1/3 πr²h എന്നാണ്. ഓക്കെ. അത് ഉപയോഗിക്കാം. V ഈസ് ഈക്വൽ ടു 1/3 πr²h, ദാറ്റ് ഈസ് ഈക്വൽ ടു 1/3 ഇൻറ്റു പൈ ഇൻറ്റു റേഡിയസ്, ആരം. ആരം എന്ന് പറയുന്നത് 15 ആണ്. 15 ഇൻറ്റു 15 ഇൻറ്റു h 20 ആണ്. ഓക്കെ. 3ഉം 15ഉം ആയിട്ട് ഹരിക്കുമ്പോൾ 5 കിട്ടും. 20 ഇൻറ്റു 5 100 ആണ്. 100ഉം 15ഉം നോക്കുക. 20 ഇൻറ്റു 5 100 ആണ്. ഇത് വെറുതെ 15 ഇൻറ്റു 5 എടുക്കുന്നതിനേക്കാൾ നല്ലത് 20 ഇൻറ്റു 5 100 ആണ്. 100നെ 15 കൊണ്ട് ഗുണിച്ചാൽ 1500 എന്ന് കിട്ടും. 1500 പൈ സെൻറ്റിമീറ്റർ ക്യൂബ് എന്ന് കിട്ടും. ഓക്കെ. അടുത്തത്, ദ ബേസ് റേഡിയൈ ഓഫ് 2 കോൺസ് ആർ ഇൻ ദ റേഷ്യോ 3:5 and their heights are in the ratio 2:3. What is the ratio of their volumes? അപ്പോൾ ഇങ്ങനെയുള്ള ചോദ്യത്തിലെല്ലാം നമുക്ക് 2 കോണുകളുണ്ട്. ഇത് ഫസ്റ്റ് കോൺ, ആദ്യത്തെ വൃത്തസ്തൂപിക, രണ്ടാമത്തെ വൃത്തസ്തൂപിക. ഇനി ഇതിൻ്റെ റേഡിയസ്, ആരം, റേഡിയസ് ഇത് R1ഉം ഇവിടുത്തത് R2ഉം. ആരം, റേഡിയസ്. അടുത്തത് ഇതിൻ്റെ ഉന്നതി, ഹൈറ്റ്. ഉന്നതി ഇവിടെ H1ഉം ഇത് H2 ആണ്. ഇനി ഇതിൻ്റെ വ്യാപ്തം, വ്യാപ്തം ഇവിടുത്തത് V1ഉം ഇവിടുത്തത് V2 ആണ്. ഇങ്ങനെ നമുക്ക് ചൂസ് ചെയ്യാം. ഓരോന്നും ലെറ്ററുകൾ ഇങ്ങനെ ചൂസ് ചെയ്യാം. ഇനി ചോദ്യം നോക്കുക. റേഷ്യോ കോണിൻ്റെ ആരങ്ങളുടെ അംശബന്ധം 3:5 ആണ്. അപ്പോൾ R1:R2 സമം 3:5. ഇതിൽ നിന്നും R1/R2 3/5 എന്ന് എഴുതാം. രണ്ടാമത്തത്
H1 ഈസ് ടു H2 ഈസ് ഈക്വൽ ടു 2:3 ആണ്. അങ്ങനെയാണെങ്കിൽ H1 ബൈ H2 എന്ന് പറയുന്നത് 2/3 വരും. നമുക്ക് വേണ്ടത് വ്യാപ്തങ്ങൾ തമ്മിലുള്ള അംശം എന്താണ് വേണ്ടത്? V1 ബൈ V2 ആണ് വേണ്ടത്. V1 കാണുന്ന ഇക്വേഷൻ 1/3 പൈ R1 സ്ക്വയർ H1 എന്നും V2 കാണുന്നത് 1/3 പൈ രണ്ടാമത്തെ ആകുമ്പോൾ ആരത്തിൻ്റെ സ്ക്വയർ R2ൻ്റെ സ്ക്വയർ H2 എന്നാവും. ആ വാല്യൂ ഇവിടെ കൊടുക്കുക. 1/3 പൈ R1 സ്ക്വയർ H1 ബൈ 1/3 പൈ R2 സ്ക്വയർ H2. 1/3 പൈ രണ്ടിലും ക്യാൻസൽ ആവും. ഈ ഇവിടെ R1 സ്ക്വയർ ബൈ R2 സ്ക്വയർ ഉണ്ട്. നമുക്ക് ഇങ്ങനെ മാറ്റി എഴുതാം. R1 സ്ക്വയർ ബൈ R2 സ്ക്വയർ ഇൻറ്റു പിന്നുള്ളത് H1 ബൈ H2 ആണ്. H1 ബൈ H2. ഇതിന് R1 ബൈ R2 ദ ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. മേളിലും താഴെ സ്ക്വയർ ഉള്ളതുകൊണ്ട് ദ ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. ഇൻറ്റു H1 ബൈ H2 എന്ന്. ഇനി ഇതിൻ്റെ വാല്യൂ കൊടുക്കുന്നു. R1 ബൈ R2 3/5 ആണ്. 3/5ൻ്റെ സ്ക്വയറും ഇൻറ്റു H1 ബൈ H2 2/3 ആണ്. ഓക്കെ, അപ്പോൾ ഇത് വർഗ്ഗം എടുത്താൽ 3ൻ്റെ സ്ക്വയർ 9/25 ഇൻറ്റു 2/3 ആണ്. 3 9 ക്യാൻസൽ ആവും. 3 വരും. 3 × 2 6/25 എന്നാണ് V1 ബൈ V2. Therefore V1 ഈസ് ടു V2 ഈസ് ഈക്വൽ ടു 6:25. 6:25 എന്ന് കിട്ടും. ഓക്കെ, അടുത്തത് തുല്യ വ്യാപ്തമുള്ള രണ്ട് വൃത്തസ്തൂപികകളുടെ ആരങ്ങൾ തമ്മിൽ ഉള്ള അംശബന്ധം 4:5 ആണ്. അവയുടെ ഉയരങ്ങളുടെ അംശബന്ധം കണ്ടുപിടിക്കുക. ഓക്കെ, two cones have the same volume and their base radii are in the ratio 4:5. What is the ratio of their heights? ഇത് ഒന്നാമത്തെ വൃത്തസ്തൂപിക, ഇത് രണ്ടാമത്തെ വൃത്തസ്തൂപിക. ആരം ഇവിടുത്തത് R1, ഇവിടുത്തത് R2. ഹൈറ്റ് ഇവിടുത്തത് H1, ഇവിടുത്തത് H2. വോളിയം ഇവിടുത്തത് V1, ഇവിടുത്തത് V2. ഓക്കെ, തന്നിരിക്കുന്നത് ആരങ്ങൾ 4:5. R1 ഈസ് ടു R2 ഈക്വൽ ടു 4:5. അപ്പോൾ R1 ബൈ R2 ഈസ് ഈക്വൽ ടു 4/5. ഓക്കെ, V1 എന്ന് പറയുന്നത് 1/3 പൈ R1 സ്ക്വയർ H1. ഇത് 1/3 പൈ R2 സ്ക്വയർ H2. V1 ഈസ് ഈക്വൽ ടു V2 എന്നാണ്. അവയുടെ തുല്യ വ്യാപ്തം എന്നാണ്. V1 സമം V2 എന്നാണ്. അതായത് ഇതിൻ്റെ വാല്യൂ കൊടുക്കുക. V1 എന്ന് പറയുന്നത് 1/3 പൈ R1 സ്ക്വയർ H1 ഈസ് ഈക്വൽ ടു 1/3 പൈ R2 സ്ക്വയർ H2. 1/3 പൈ രണ്ട് ക്യാൻസൽ ആവും. ഓക്കെ, ഇവിടെ R1 സ്ക്വയർ ഇങ്ങനെയാണ്. R1 സ്ക്വയർ H1 ഈസ് ഈക്വൽ ടു R2 സ്ക്വയർ H2 എന്ന് കിട്ടും. ഇനി ഇവിടെ ചെയ്യാൻ പോകുന്ന നോക്കാം. ഈ R2 സ്ക്വയറിനെ ഇവിടുത്തെ ഡിനോമിനേറ്ററിലേക്കും ഈ H1നെ ഇവിടുത്തെ ഡിനോമിനേറ്ററിലേക്ക് മാറ്റാം, താഴത്തേക്ക്. അപ്പോൾ ഈ H1നെ ഇവിടെ താഴത്തേക്ക് വരുമ്പോൾ H2ൻ്റെ താഴെ H1 വരും. ഇവിടെ R1 സ്ക്വയറിൻ്റെ താഴെ ഡിനോമിനേറ്ററിൽ R2 സ്ക്വയർ വരും. ഇവിടെ H2ൻ്റെ ഡിനോമിനേറ്ററിൽ H1ഉം വരും. ഓക്കെ, R1 ബൈ R2 എന്ന് പറയുന്നത് 4/5 ആണ്. ഇതിനൊന്ന് സ്ക്വയർ ചെയ്തോ. ഇത് സ്ക്വയർ ചെയ്താൽ R1 സ്ക്വയർ ബൈ R2 സ്ക്വയർ എത്ര കിട്ടും? 16/25 എന്ന് കിട്ടും. സ്ക്വയറിങ് വർഗം എടുത്താൽ. ഓക്കെ, അപ്പോൾ ഇതിനെ നമുക്ക് 16/25 എന്ന് കൊടുക്കാം. ഈസ് ഈക്വൽ ടു H2 ബൈ H1 എന്നാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ H2 അല്ലെങ്കിൽ H1 ബൈ H2 എന്ത് കിട്ടും? ഇത് തിരിച്ചിട്ട് കഴിഞ്ഞാൽ റെസിപ്രോക്കൽ എടുക്കുമ്പോൾ therefore H1 ബൈ H2 എന്ന് പറയുന്നത് 25/16 എന്നാണ്. therefore H1 ഈസ് ടു H2 ഈക്വൽ ടു 25:16 എന്ന് കിട്ടും. ഓക്കെ.